വിജയ് ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചത്. മലൈക്കോട്ടെ വാലുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതിനുശേഷം അന്യഭാഷാ സിനിമകൾ മലയാള സിനിമയെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ വിജയ് ബാബുവിന്റെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു ഈ ഒരു ആരോപണം നടത്തിയത്. അതിനുശേഷം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. ആരും അറിയാത്ത തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങൾ പ്രധാന വിതരണക്കാർ തന്നെ ഇവിടെ റിലീസ് ചെയ്യുന്നു. വരാൻ പോകുന്ന പണം വാരിക്കൂട്ടുന്നു. വലിയ അന്യഭാഷാ ചിത്രങ്ങൾ കാണിച്ച് ഇത്തരം വിതരണക്കാർ തിയേറ്ററുകളെ സമ്മർദ്ദത്തിലാക്കി ഈ ചിത്രങ്ങൾ കളിക്കുമ്പോൾ എവിടെ എപ്പോൾ നമുക്ക് മലയാള ചിത്രങ്ങൾ കളിക്കാൻ സാധിക്കും? ഇത്തരത്തിൽ വരുമ്പോൾ ആരും അറിയാത്ത ഇത്തരം ചിത്രങ്ങൾക്ക് കൂടുതൽ സ്ക്രീനുകളും കൂടുതൽ ഷോയും ലഭിക്കും. നല്ല ഉള്ളടക്കമുള്ള മലയാള ചിത്രങ്ങൾ പിന്തള്ളപ്പെടുകയും ചെയ്യും. ഇങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ മലയാള സിനിമയുടെ ഐഡന്റിറ്റി നഷ്ടമാകും. പകരം പാൻ ഇന്ത്യൻ, പാൻ സൗത്ത്, ബോളിവുഡ് ചില വൻ മലയാള ചിത്രങ്ങൾ മാത്രമേ ഇവിടെ റിലീസാകൂ. ബാക്കി വന്ന മലയാള ചിത്രങ്ങൾ മഴക്കാലത്ത് കാഴ്ചയ്ക്ക് 10 എന്ന നിലയിൽ റിലീസ് ചെയ്യാം. കൽബ് എന്ന ചിത്രം ഈ പ്രതിസന്ധി കടന്ന് നാളെ കളിക്കും. എന്നാൽ സിനിമാ രംഗത്തെ സംഘടനകളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒന്ന് ഉണരും. ഇവിടെ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. ദയവായി ശ്രദ്ധിക്കൂ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ഒറിജിനൽ മലയാള ചിത്രമാണ് ക്രിസ്മസിനെ റിലീസ് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതേ പ്രതിസന്ധി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് അന്യഭാഷാ സിനിമകളുടെ റിലീസിനെ വരെ ഇതുപോലെ തന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ എത്തുകയും ചെയ്തിരുന്നു. മലയാള സിനിമകളുടെ റിലീസിനെ മാറ്റി നിർത്തി അവരുടെ സിനിമകൾക്ക് വലിയ ഗ്രാൻഡ് റിലീസ് കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് മലയാള സിനിമയും എത്തിയിരിക്കുന്നു എന്നതാണ് പറയുന്നത്. എല്ലാവരും വമ്പൻ സിനിമകളുടെ പുറയിലേക്കാണ് ഓടുന്നത്. പ്രേക്ഷകരും അതെ. മലൈക്കോട്ടെ വാലുവൻ പോലുള്ള വമ്പൻ ചിത്രങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്കാണ് കൂടുതലും പ്രേക്ഷകർ എത്തുന്നതും. എന്നാൽ കൊച്ചു ചിത്രങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുറെ കൊച്ചു ചിത്രങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ വരി പോലെ ഇറക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ പ്രേക്ഷകർക്ക് മടുപ്പുളവാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ മാറ്റി ചിന്തിക്കുന്നതും അന്യഭാഷാ സിനിമകളെ തിരഞ്ഞെടുക്കുന്നതും. ഇത് സിനിമാക്കാർ പോലും അറിയേണ്ട ഒരു കാര്യമാണ്. മലയാള സിനിമാക്കാരും വ്യത്യസ്തമായി ചിന്തിക്കട്ടെ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വിജയ് ബാബു നിർമ്മിക്കുന്ന കൽബ് എന്ന ചിത്രം മലൈക്കോട്ടെ വാലുവൻ ഇറങ്ങുന്നതിന് മുമ്പേ കൊണ്ട് ഇറക്കി കഴിഞ്ഞു. അത് പേടിച്ചിട്ട് തന്നെയാണെന്ന് വിജയ് ബാബു തന്നെ പറയുന്നുണ്ട്. വിജയ് ബാബു നിർമ്മിക്കുന്ന പുതിയ ചിത്രം കൽബിന്റെ പ്രൊമോഷൻ എത്തിയപ്പോഴായിരുന്നു വിജയ് ബാബു വാലുവിനെ കുറിച്ച് പറഞ്ഞതും. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ലിജോ. ഡബിൾ ബാരൽ ആയിരുന്നു ലിജോയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്റ്റ്. പക്ഷെ അത് കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു സിനിമയാണ്. ലിജോയ്ക്ക് അന്ന് അത് മനസ്സിലായിരുന്നു. സാധാരണ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് സിനിമ ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച് ചെയ്യുക എന്നത് ലിജോയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അന്ന് പറഞ്ഞിരുന്ന ഒരു ആശയത്തിൽ നിന്നും ഇന്ന് എത്തി നിൽക്കുന്ന മലൈക്കോട്ടെ വാലുവൻ എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് കേട്ട ചെറിയ വെർഷൻ പോലും നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന സംഗതിയാണ്. ടിനുവുമായി സംസാരിക്കുമ്പോഴൊക്കെ ഇത് വേറെ ലെവൽ പടമായിരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. കൽബ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചതിനും വാലിബൻ സ്വാധീനിച്ചു എന്ന് പറയുന്ന വിജയ് ബാബു, അതല്ലേ ഞങ്ങൾ 2 ആഴ്ച മുൻപേ ഇറങ്ങി അങ്ങ് പോകുന്നത്? അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വരാനാ? ഞങ്ങൾ അതിനു മുമ്പേ വന്ന് അങ്ങ് പോകുന്നത് അതുകൊണ്ടല്ലേ? ഈ രാജധാനി പോകുമ്പോൾ അതിന്റെ മുന്നിൽ കയറി നിൽക്കരുത് എന്നാണല്ലോ. നമ്മൾ ആദ്യമേ അങ്ങ് പൊക്കോട്ടെ. വിജയ് ബാബു ചിരിയോടെ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു. വലിയ സിനിമകളെ അത് ഏതൊക്കെ ഭാഷയിൽ നിന്ന് ഇറങ്ങിയാലും എല്ലാവരും പേടിക്കുന്നുണ്ട്. വലിയ സിനിമകൾ മതി പ്രേക്ഷകർക്ക് എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു.